हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 18 മെയ് 2024 ഇന്ത്യയിൽ ഇന്ന് 10 മണിയാണ് സമയം. GMT അടിസ്ഥാനത്തിൽ 4:30 മണിയാണ് ഈ സമയം. രാഹുദാന്റെ സമയമാണ്. ഖാദിയാൻ ലൈവ് ഡിസ്കഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 4 എപ്പിസോഡുമായിട്ടുള്ള ഒരു പരിപാടിയാണിതാണ്. നമ്മുടെ വ്യൂവേഴ്സ് ഇത് അറിയുന്നതാണ്. പ്രോഗ്രാം ലൈവ് ആണ്. അതുപോലെ തന്നെ ഒരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ വെക്കാവുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഈ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് വിളിച്ചുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഫാക്സ് മെസ്സേജ് ആയിക്കൊണ്ട് ഇമെയിൽ ആയിക്കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ ഡിസ്കഷന് കൂടിയായിക്കൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങളും ഇതിൽ വെക്കാറുണ്ട്. ഈ പ്രോഗ്രാമിൽ ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരവ് നൽകാറുണ്ട്. ഈ സീരീസിൽ നാം ബഷീറുദ്ദീൻ മഹ്മൂദ് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഗ്രന്ഥം അഹ്മദിയത്ത് അതായത് യഥാർത്ഥ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥത്തിനുള്ളിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സീരീസിന്റെ മൂന്നാമത്തെ പരിപാടിയാണിത്. ഇന്ന് ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ക്ഷണിക്കുവാൻ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുനീർ അഹമ്മദ് ഖാദിം സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഹാമിദ് സാഹിബ് ഇന്നത്തെ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നവരാണ്. ഞാനിവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഹ്മദിയത്ത് സന്ദേശത്തിന്റെ നാമമാണ്. നമ്മുടെ ജീവൽ ദൈവമാണ്. നമ്മുടെ റസൂൽ ജീവൽ റസൂലാണ്. നമ്മുടെ ഗ്രന്ഥം ജീവൽ ഗ്രന്ഥമാണ്. നമ്മുടെ ദീൻ നമ്മുടെ മതം ജീവൽ മതമാണ്. ആ ജീവിതത്തിന്റെ തെളിവിതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ അതിന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട മഹദി മസീഹ്, ആ വാഗ്ദാനം വളരെ പ്രതാപൂരിതമായി കൊണ്ട് പൂർത്തിയാവുകയായി. വരാനിരിക്കുന്ന വ്യക്തി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഖാദിയാന്റെ പരിശുദ്ധ ഭൂമിയിൽ വന്നു. ഞാൻ ആദ്യത്തെ പരിപാടിയിലെ ആദ്യത്തെ ബഹുമാനപ്പെട്ട മുനീർ ഖാദിം സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു മതത്തിന്റെ നാല് അടിസ്ഥാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാനങ്ങൾ എന്തെല്ലാമാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദന ഹദ്റത്ത് അഖ്ദസ് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ലക്ചർ അഹ്മദിയത്ത് അതായത് യഥാർത്ഥ ഇസ്ലാം എന്നുള്ള നാമത്തിൽ നൽകിയ 1924 ലണ്ടനിൽ നൽകിയ ഒരു പ്രസംഗം, അത് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആ ഒരു കശ്ഫ് അത് പൂർത്തിയാവുകയുണ്ടായി. ഹുസൂർ കാണുകയുണ്ടായി. ലണ്ടനിൽ ഹുസൂർ ഒരു പ്രസംഗം നൽകുന്ന ഹുസൂർ കാണുന്നു, അതായത് മുസ്ലിം ഇസ്ലാം. ആ ഒരു കശ്ഫ് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല മുഖാന്തരം അത് പൂർത്തിയാവുകയുണ്ടായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. ഇത് ഹദ്റത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ സത്യതക്കുള്ളൊരു തെളിവാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആലാവിൻ്റെ സത്യതക്കുള്ളൊരു തെളിവുമാണ്. ഇനി ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു.
മതത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ ഈ ലെക്ചറിൽ പറഞ്ഞത് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, മതത്തിൻ്റെ 4 അടിസ്ഥാനങ്ങളിൽ ഒന്ന് അതിതാണ്: മനുഷ്യൻ അവനെ സൃഷ്ടിച്ചവൻ്റെ എന്നെ സംബന്ധിച്ച് അവനെ അറിയണം. അതെന്തെല്ലാമാണെന്ന് മതം പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ഉദ്ദേശം ഇതാണ്: മനുഷ്യൻ്റെ അതായത് അവൻ്റെ സ്വഭാവപരമായിട്ട് നല്ല രീതിയിലുള്ള പാഠങ്ങൾ നൽകുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സോഷ്യൽ പരമായിട്ട് മനുഷ്യന് എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നെല്ലാ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നാലാമത്തെ ഉദ്ദേശം ഇതാണ്: മരണത്തിന് ശേഷമുള്ള ജീവിതം എന്തെല്ലാം ആയിരിക്കും അവനുമായി ചെയ്യപ്പെടുക എന്നുള്ള കാര്യം സംബന്ധിച്ച് യഥാർത്ഥ ഒരു വിശദീകരണം നൽകുക. ഈ 4 കാര്യങ്ങളാണ് മതത്തിൻ്റെ ഉദ്ദേശമായിട്ട് ഹുസൂർ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രത്തോളം വിശദമായി ഹുസൂർ വിശദീകരിച്ചെന്നാൽ മുഴുവൻ ഗ്രന്ഥവും ഈ ഒരു വിഷയത്തിന് ചുറ്റുമാണ് കിടക്കുന്നത്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഹുസൂർ പറയുന്നു. ആദ്യത്തെ ഉദ്ദേശം അതിൽ പറഞ്ഞു, ഹുസൂർ പറഞ്ഞു, മനുഷ്യന് അവനെ സൃഷ്ടിച്ചവനെ സംബന്ധിച്ച്, അവൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. അവൻ്റെ അസ്തിത്വം എന്താണ്, അവൻ്റെ എന്ത് സിഫത്തുകളാണ്, എന്ത് ഗുണങ്ങളാണുള്ളത്, അതിനെ സംബന്ധിച്ച് മനുഷ്യനെ പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നു, ആ അസ്തിത്വത്തിൻ്റെ പേര് അള്ളാഹു ആണ്. അവൻ്റെ സിഫത്തുകൾ അനവധിയാണ്. അവൻ റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്, അവന് നാഥനാണ്, ഖാലിഖാണ്, സൃഷ്ടാവാണ്. അവൻ്റെ സിഫത്തുകൾ എത്രത്തോളമാണെന്നാൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ല എല്ലാ നല്ല നാമങ്ങളും അവൻ്റെതാണ്. തുറന്നു ഹുസൂർ പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ഉദ്ദേശം അത് ഇതാണ്: മനുഷ്യന് ഇത് പറഞ്ഞു കൊടുക്കുക. അതായത് എങ്ങനെയായിരിക്കണം മനുഷ്യൻ അള്ളാഹുവിനെ കരസ്ഥമാക്കുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ച് അവനെ അറിയണം. അള്ളാഹുമായിട്ട് എന്ത് ബന്ധമായിരിക്കണം മനുഷ്യൻ്റെ ഉണ്ടായിരിക്കേണ്ടത് എന്നും ആ മതം പറഞ്ഞു കൊടുക്കുക. എങ്ങനെയായിരിക്കണം ആ ഒരു ദൈവസ്നേഹം അവന് കരസ്ഥമാക്കുക, പിന്നെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെമായിട്ടുള്ള ബന്ധം കരസ്ഥമാക്കാൻ സാധ്യമാവുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഹുസൂർ ആ ഒരു ഒന്നാമത്തെ ഉദ്ദേശത്തിൻ്റെ കീഴിൽ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഉദ്ദേശം ഇതാണ്: മനുഷ്യൻ്റെ അതായത് അവൻ്റെ നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്: നല്ല സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്, നല്ല സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്, മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്, സൽസ്വഭാവത്തിൻ്റെ ദർജകൾ, അതിൻ്റെ ലെവൽ എന്തൊക്കെയാണ്, നിലവാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ നിലവാരങ്ങൾ എന്തെല്ലാമാണ്, എന്തിനെയാണ് നാം തിന്മ എന്ന് പറയേണ്ടത്, എന്തിനെയാണ് നാം നന്മ എന്ന് പറയുന്നത്, അതിൻ്റെ എന്തെല്ലാമാണ് അതിൻ്റെ ഡെഫിനിഷൻ, ആ മാർഗങ്ങൾ എന്തെല്ലാമാണ്, ആ രീതികൾ എന്തെല്ലാമാണ്, മനുഷ്യൻ നല്ല സ്വഭാവത്തെ കരസ്ഥമാക്കാൻ സാധ്യമാവുന്ന രീതികൾ എന്തെല്ലാമാണ്. ആറാമത്തെ കാര്യം ഇതാണ് പറഞ്ഞത്: നല്ല സ്വഭാവങ്ങൾ കരസ്ഥമാക്കേണ്ട രീതികൾ എന്തെല്ലാമാണ്. ഏഴാമത്തെ സ്വഭാവത്തിനെ സംബന്ധിച്ച് ഹുസൂർ പറഞ്ഞു, മോശമായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണെന്ന്. അപ്പോൾ സ്വഭാവങ്ങളെ സംബന്ധിച്ച് 7 കാര്യങ്ങൾ ഹുസൂർ പറഞ്ഞിരിക്കുന്നു. വീണ്ടും പറയുന്നു, മൂന്നാമത്തെ ഉദ്ദേശം മതത്തിൻ്റെ അത് മനുഷ്യൻ്റെ ആ ഒരു സോഷ്യൽ ലൈഫ് അത് നേരെയാക്കുക. അതിനെ സംബന്ധിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തേണ്ടത്, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രപരമായിട്ടുമുള്ള കടമകൾ എങ്ങനെയാണ് നിറവേറ്റേണ്ടത്, അതുപോലെ തന്നെ നേതാവിൻ്റെയും അതുപോലെ തന്നെ പണിയെടുക്കുന്നവൻ്റെയും ബന്ധം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ 2 വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യക്തികളുടെ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം. യഥാർത്ഥ മതത്തിന് ഈ കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. വീണ്ടും പറയുന്നു,
ഒരു രാജാവിന് മറ്റ് രാജാവുമായിട്ട് എങ്ങനെയുള്ള ബന്ധമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇതും ഒരു യഥാർത്ഥ മതം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഉദ്ദേശമാണ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഹുസൂറ് സോഷ്യൽ ലൈഫിനെ സംബന്ധിച്ച് ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നു. പിന്നെ മരണത്തിന് ശേഷം എന്തെല്ലാമാണ് കാര്യങ്ങൾ ഉണ്ടാവുക അത് മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. സോഷ്യൽ ലൈഫിനെ സംബന്ധിച്ച് ഞാൻ വളരെയധികം ചുരുക്കത്തിൽ പറഞ്ഞു. അതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ അതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. അതായത് സോഷ്യൽ ലൈഫിൻ്റെ എന്തൊക്കെയാണ് രീതികൾ, എങ്ങനെയാണ് അവൻ കഴിച്ചു കൂട്ടണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനം അത് നീതിയാണ്. അതായത് എല്ലാ കാര്യങ്ങളും നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നീതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ യഥാർത്ഥ രീതിയിൽ നാം നമ്മുടെ നാട്ടിൽ നല്ലൊരു പ്രജയായിത്തീരുന്നതാണ് നാം. അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും ഈ ഒരു അധ്യാപനം വെറും ഖുർആൻ മാത്രമാണ് തന്നിരിക്കുന്നത്. അതായത് പടിപടിയായിക്കൊണ്ട് ഓരോരോ നിലവാരത്തിലേക്ക് മനുഷ്യന് ഉയരേണ്ടതാണ്. അതായത് ആദ്യം അദൽ എന്നുള്ള ഒരു നിലവാരത്തിലെത്തേണ്ടതാണ്. അതായത് ഒരു വ്യക്തി അവൻ്റെ യജമാന്റെ പണിയെടുക്കുകയും അല്ലെങ്കിൽ അവൻ്റെ ഉടമസ്ഥന്റെ പണിയെടുക്കുകയും അവന് വേണ്ടിയിട്ട് അവൻ ചെയ്ത പണിയുടെ പ്രതിഫലം നൽകുകയാണെങ്കിൽ അത് അദലാണ്, നീതിയാണ്. പിന്നെ പറയുന്നു, വെറും അദൽ മാത്രമല്ല, പക്ഷെ എഹ്സാൻ നിങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവനെ കൂടുതൽ ആയിട്ട് എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് എഹ്സാനാണ്. പിന്നെ അതിലും ഉയർന്നുകൊണ്ട് അതിലും ഉന്നതമായിക്കൊണ്ട് ഒരു മനുഷ്യനോട് നാം പെരുമാറുമ്പോൾ അത് ഏതാദിൽ കുർബ, അതായത് എങ്ങനെ ഒരു മാതാവ് തൻ്റെ മക്കളോട് പെരുമാറുന്നു അത് രീതിയിൽ നാം പെരുമാറുമ്പോൾ അപ്പോൾ അതിലും ഉയർന്ന നിലവാരത്തിലേക്ക് നാം എത്തുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അതായത് മരണത്തിന് ശേഷമുള്ള ജീവിതം അത് ഒരു ആത്മീയ ജീവിതമാണ്. ചില ആൾക്കാർ പറയുന്നു ഈ ഒരു ശരീരം തന്നെ ഖബറിൻ്റെ ഉള്ളിൽ ജീവിപ്പിക്കപ്പെടുന്നു എന്നല്ല. പക്ഷെ അത് യഥാർത്ഥമായ കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫലാ തഅലമു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അൻഹും ജസാഅൻ ബിമാ കാനൂ യക്സബൂൻ. അതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് ഒരു മനുഷ്യനും അറിയില്ല അവന് മരണത്തിന് ശേഷം എന്തെല്ലാമാണ് അള്ളാഹു അവന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് എന്ന്. ഉദ്ദേശം ഇതാണ്, ഒരു വ്യക്തിക്കും അറിയില്ല മരണത്തിന് ശേഷം എന്താണ് ഉള്ളത് എന്ന്. ഒരു ഹദീസെ ഖുദ്സിയിലും ഇത് പറഞ്ഞിരിക്കുന്നു. അതായത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിൻ്റെ മുഅ്മിനായിട്ടുള്ള അടിമക്ക് അറിയില്ല അവന് വേണ്ടി അള്ളാഹു എന്തെല്ലാമാണ് അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. ഒരു കണ്ണും അതിനെ പണ്ട് കണ്ടിട്ടില്ല, ഒരു ചെവിയും അതിനെ സംബന്ധിച്ച് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അതിന് അദ്ദേഹം പറയുന്നു, മതത്തിൻ്റെ ഉദ്ദേശം മനുഷ്യനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ മരണശേഷമുള്ള ആത്മീയ ജീവിതം സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ചില ഉദ്ധരണികൾ ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ വിഷയം അവസാനിപ്പിക്കുന്നതാണ്. ഹുസൂർ പറയുന്നു, വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതം സ്വീകരിക്കുക എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവുമായിട്ടുള്ള, അതായത് എല്ലാ തരത്തിലുള്ള മോക്ഷത്തിൻ്റെയും കേന്ദ്രമായ ആ അള്ളാഹുവുമായിട്ടുള്ള സജീവമായ ബന്ധമുണ്ടാക്കുക. അങ്ങനെ സ്വന്തം കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ ആയിത്തീരുക. ഏറ്റവും പ്രധാനമായി മനുഷ്യന് അനിവാര്യമായിട്ടുള്ള സംഗതി അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ആ മതത്തെ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം ഉണ്ടായി വരുന്നതാണ്. മതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് വ്യക്തമായ നമുക്ക് ധാരണയും ബോധവും ഉണ്ടാവുകയും അങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ വികാരം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ് ചഷ്മെ മസീ എന്നുള്ള പുസ്തകത്തിലുള്ള ഉദ്ദേശത്തിൽ സയ്യിദുനാ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച സംഗതിയാണ് ഞാനിവിടെ മസീഹ് ഖലീഫത്തുൽ മസീഹ് സാനി അഹമ്മദിയത്ത് യഥാർത്ഥ എന്ന പുസ്തകത്തിലും അത് വിവരിക്കുന്നുണ്ട്. ജസാക്കുമുല്ലാ. മാന്യ പ്രേക്ഷകരെ,
ഒരു 13 വയസ്സുകാരൻ്റെ ചോദ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ലഭിച്ചത്. ഈ ചോദ്യം ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. രാഹിൽ അഹമ്മദ് ചോദിക്കുന്നു, എൻ്റെ ചോദ്യം ഇതാണ്: ഒരു അനഹമ്മദി ആയിട്ടുള്ള വ്യക്തി ഈസാ നബി ആകാശത്ത് ജീവനോടെ ഇരിപ്പുണ്ട്, അവസാന കാലഘട്ടത്തിൽ ഇരിക്കും എന്ന് ഇറങ്ങും എന്ന് പറയുന്ന വ്യക്തിയോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും? മുനീർ ഖാദിം സാഹിബിനോട് എൻ്റെ ചോദ്യം. രാഹിൽ അഹമ്മദ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം, ആ കുട്ടിയുടെ പ്രായം, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സയൻസിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പുസ്തകങ്ങളിൽ പറയുന്നത് ഭൂമിയുടെ അകത്ത് ഒരു മാഗ്നറ്റിക് കാന്തിക ശക്തി ഉണ്ട്. അതിനെ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലം എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ഉയരുന്ന ഭാരമുള്ള വസ്തുക്കളൊക്കെ തന്നെ ഒരു ശക്തി ഗുരുത്വാകർഷണത്താൽ താഴേക്ക് വരുമെന്ന് പഠിക്കുന്ന ഒരു പ്രായമാണ് രാഹിലത്. അത് മസീഹ് ഇസ്ലാം പിന്നെ എങ്ങനെയാണ് ആ ഭാരമുള്ള ശരീരം കൊണ്ട് ആകാശത്തേക്ക് പോകാൻ സാധിക്കുക? ആത്മാവിന് പോകാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പറയുന്നു, അലം നജാലിൽ അർള കിഫാത്തൻ അഹ്യാൻ വമാത. നാം ഭൂമിയെ ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരും വലിച്ചടിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റിയില്ലേ? നോക്കൂ, ഖുറാനിൽ ഗ്രാവിറ്റേഷണൽ പവർ, ഗുരുത്വാകർഷണ ശക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ കൂടി മറ്റ് സുഹൃത്തുക്കളോട്, അനാമതി സുഹൃത്തുക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്കറിയാം, ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് ഈസാ നബി മരിച്ചു എന്ന് സമ്മതിക്കുന്നവരാണ്. രാഹിലിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കാഫിര്യങ്ങൾ, സത്യനിഷേധികൾ പറഞ്ഞത്, തിരുനബിയെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയില്ല, ഞങ്ങളുടെ കൺമുമ്പിൽ താങ്കൾ ആകാശത്തേക്ക് കയറി പോവുകയും അവിടെ നിന്ന് ഒരു ഗ്രന്ഥം എടുത്ത് കൈവശം എടുത്ത് ഇറങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്തിടത്തോളം ഞങ്ങൾ ഒരിക്കലും ഈമാൻ കൈക്കൊള്ളുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അവരോട് മറുപടി പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്താണ് അർത്ഥം? ബഷറായിട്ടുള്ള, അതായത് റസൂലായാലും ഒരു മനുഷ്യൻ ആണെങ്കിൽ ആകാശത്തേക്ക് കയറി പോകാനോ ആകാശത്ത് നിന്ന് ഇറങ്ങി വരാൻ സാധിക്കില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശ്രേഷ്ഠനായിരുന്നോ ഈസാ നബി അലൈഹി സ്വലാം? ഈസാ നബിക്ക് ആകാശത്തേക്ക് കയറാൻ സാധിച്ചു, ആരോഹണം ചെയ്യാൻ സാധിച്ചു. റസൂലുള്ളാഹിന്റെ കാര്യം വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, ബഷറാണ്, മനുഷ്യനാണ്. ഇങ്ങനെയാണോ അള്ളാഹുവിന്റെ ന്യായം? ഈ ക്രിസ്തീയ പാതിരിമാർ പറയുന്നത്, ഫാദേഴ്സ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ നബി പറഞ്ഞത് സാധാരണ മനുഷ്യനാണ്, ആകാശത്ത് കയറാൻ പറ്റില്ല. എന്നാൽ ഈസാ നബിയെ നിങ്ങൾ ആകാശത്തേക്ക് കയറ്റിയിരിക്കുന്നു, അപ്പോൾ ആരാണ് ശ്രേഷ്ഠൻ? അപ്പോൾ രാഹിലിന് ഈ കാര്യം മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനകത്ത് മസീഹ് അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ നമ്മുടെ മറ്റു പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടം എന്നത് വലിയ വലിയ പണ്ഡിതന്മാർ, പള്ളികളുടെ വലിയ വലിയ പള്ളികളുടെ ഷാഹി ഇമാമന്മാർ, അവർക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് ക്രിസ്തീയ പാതിരിമാരായി മാറിയിരുന്നു. കാരണം ഈസാ നബി ആകാശത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നൊരു വിശ്വാസത്തിന് പുറമെ. അവസാനത്തെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, സഹാബാക്കളും ഒരു ഒരേ യോജിപ്പുള്ള അഭിപ്രായത്തിലെത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം നിശബ്ദനായില്ല. അവിടെ ഹസ്രത്ത് അബൂബക്കർ ഉണ്ടായിരുന്നില്ല. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു വന്നപ്പോൾ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു ഒരു ആയത്ത് കേൾപ്പിച്ചു, വിശുദ്ധ ഖുർആന്റെ സൂക്തം കേൾപ്പിച്ചു. അല്ലയോ ജനങ്ങളെ, അള്ളാഹുവിന്റെ ഒരു വെറും ദാസനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആരാധിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അള്ളാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു, വമാ മുഹമ്മദിൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഓർത്തുകൊള്ളുക, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരും വഫാത്തായിരിക്കുന്നു. ഈസാ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള വ്യക്തിയായിരുന്നില്ലേ, പ്രവാചകനായിരുന്നില്ലേ? ഈസാ നബി വഫാത്തായിരിക്കുന്നു. ആ സമയത്ത് സഹാബാക്കൾ ഈ ആയത്ത് കേട്ടാണ് ക്ഷമ കൈക്കൊള്ളത്. ഹദീസുകൾ വന്നിരിക്കുന്നത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ ആയത്ത് ചൊല്ലിക്കൊണ്ട് അവർ തെരുവോരങ്ങളിലൂടെ ചൊല്ലിക്കൊടുന്ന് എല്ലാ പ്രവാചകന്മാരും മരിച്ചിട്ടെങ്കിൽ നമ്മുടെ പ്രവാചകൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരവസ്ഥയിലുണ്ടായത്. ഈസാ നബിയുടെ വഫാത്തിനെ കുറിച്ച് ഈസാ നബിയുടെ വഫാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ 30 ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാം തെളിയിച്ചിട്ടുണ്ട്. ഇത് വായിച്ച് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
മറ്റൊരു ചോദ്യം നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ആ ചോദ്യവും ഇവിടെ കേൾപ്പിക്കുന്നതാണ്. ജർമ്മനിയിൽ നിന്നും മുമിന നാഹിൻ സാഹിബ ഇപ്രകാരം ചോദ്യം എഴുതി ചോദിക്കുന്നു, മനുഷ്യന് കടമുണ്ട്, ഒരാൾക്ക് കടമുണ്ട്. അപ്പോൾ ആ കടബാധ്യതയുള്ള ഒരു വ്യക്തി ഈദിന് ബലി നൽകാൻ വേണ്ടി പറ്റുമോ? സൈനുൽ ആബിദീൻ സാഹിബിനാണ്. ജസാക്കുമുള്ള. എന്തായാലും കടം വീട്ടുക എന്നത് മുൻഗണനയുള്ള കാര്യമാണ്. കുർബാനി ചെയ്യുക എന്ന് പറയുന്നത് നഫലാണ്, ഐച്ഛികമാണ്. അത് കഴിവുള്ളവരാണ് ചെയ്യേണ്ടത്. കഴിവില്ലാത്ത കടം ബാധ്യതയുള്ളവർക്ക് അതൊരു നിർബന്ധ കാര്യമല്ല. എന്നാൽ കടം കൊടുക്കു വീട്ടാനുള്ള പരസ്പരം പറഞ്ഞ് സമ്മതിക്കുകയാണെങ്കിൽ കടം പിന്നീട് വീട്ടിക്കൊള്ളുക, ഇപ്പോൾ ഇതിൻ്റെ ബലി ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യം. എന്നാൽ പൊതുവെ കടത്തിൻ്റെ ബാധ്യത വീട്ടുക എന്നതാണ് ഏറ്റവും മുൻഗണന അർഹിക്കുന്ന കാര്യം. ഈദിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയാൻ, കുർബാനിയെക്കുറിച്ച് പറയുമെങ്കിൽ അത് കഴിവുള്ളവർക്ക് മതിയാണ്. പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ട് അടുത്ത ചോദ്യം സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോടാണ്. ചോദ്യം, അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലാന മുനീർ ഖാദിമി സാഹിബ് ഈ ചോദ്യത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പല ചോദ്യങ്ങൾ സംബന്ധിച്ച് ആദ്യത്തെ ചോദ്യങ്ങൾ അള്ളാഹു ആരാണ്, എന്താണ്, എങ്ങനെയാണ് അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയുക എന്നതിനെ പറ്റിയെല്ലാം വിശദീകരിച്ചു. ഈ വിഷയം വളരെ വിശാലമായിട്ടുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് വിലയം ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചോളം കഴിയുന്നതല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി നമുക്ക് എങ്ങനെ ബന്ധമുണ്ടാക്കാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചും നോക്കാം. വിവിധ മതങ്ങൾ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വമാകുന്നു. അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുകയാണെന്നില്ല മറ്റെല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങൾക്കും ഒരു പ്രസക്തിയുമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയുകയാണ്. അള്ളാഹ് എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു പദമാണ്. അത് വളരെ മഹത്തായൊരു പദവുമാണ്. അറബി ഭാഷയിൽ ഒന്ന് കൂട്ടിച്ചേർന്ന പദങ്ങളും അതുപോലെ തന്നെ ഒറ്റ പദങ്ങളുമായിട്ടുണ്ട്. അതായത് ഒന്നിൽ നിന്നും അത് നിഷ്പന്നമായതുമല്ല, അതിൽ നിന്നും നിഷ്പന്നമാകുന്നതുമല്ല. അതേസമയം മറ്റ് ചില പദങ്ങൾ അതിൽ നിന്ന് പദങ്ങൾ വരുന്നതാണ്. അത് ആ പദം സ്വയം മറ്റു പദങ്ങളിൽ നിന്ന് വന്നതുമായിരിക്കാം. അങ്ങനെയുള്ള പദങ്ങളുണ്ട്. ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹു എന്നുള്ള പദം അതിൽ നിന്നും തന്നെ ഉരുത്തിരിഞ്ഞ പദങ്ങളുമില്ല, ആ പദം മറ്റൊന്നും ഉരുത്തിരിഞ്ഞ് വന്നതുമല്ല. വിശുദ്ധ ഖുർആനിൽ 200 ചില്ലാനും പ്രാവശ്യം അള്ളാഹു എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ എന്ന പദം വിവിധ സ്ഥലങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സ്വയം സംബന്ധിച്ച് സൂറത്ത് തഹയിൽ പറയുന്നു, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ല അന ഫഅ്ബുദ്നി വഅഖിമി സ്വലാത്ത ലിസിക്രി. തീർച്ചയായും ഞാൻ അള്ളാഹു ആകുന്നു. അള്ളാഹു സ്വയം വെളിപ്പെടുത്തുകയാണ് പേര്. അതായത് എന്നെ അല്ലാതെ മറ്റാരും തന്നെ ആരാധനക്കർഹനായിട്ടുള്ളത് എന്നെ ആരാധിക്കുക മാത്രമല്ല, നമസ്കാരം എൻ്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്നും പറയുന്നു. അള്ളാഹു എന്നതാണ് അള്ളാഹുവിൻ്റെ സ്വന്തമായിട്ടുള്ള പേര്. മറ്റെല്ലാ പേരുകളും അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളാകുന്നു. അള്ളാഹുവിൻ്റെ പേര് എന്നത് അള്ളാഹു എന്ന് മാത്രമാണ്. അതാണ് സ്വന്തമായ പേര്. മറ്റുള്ള എല്ലാ പദങ്ങളും അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളാകുന്നു. അള്ളാഹുവിൻ്റെ മറ്റ് മതങ്ങളെ സംബന്ധിച്ച് പേരുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് എത്രയാണ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. മറിച്ച് അള്ളാഹുവിനെ നിങ്ങൾ ഏത് രീതിയിലും വിളിച്ചു കൊള്ളുക. അതായത് അള്ളാഹു റഹ്മാൻ എന്നോ റഹീം എന്നോ എന്ത് നിങ്ങൾ വിളിച്ചുക, നിങ്ങൾ ഏത് നല്ല പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുകയാണെങ്കിലും അതെല്ലാ നാമങ്ങളും അള്ളാഹു ഉള്ളതാണ് എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ പേരുകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അതൊരുപാടുണ്ട്. അതേസമയം അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തുന്നു അത് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ ഉണ്ടാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അസ്തിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വെളിപ്പെടുത്തുന്നത് പ്രവാചകന്മാർ മുഖേനയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും ശരിയായ അള്ളാഹുവിനെ രീതിയിൽ വെളിപ്പെടുത്തപ്പെട്ടത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യവും. ഓരോ മനുഷ്യനും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങളുടെ കഴിവും അനുസരിച്ച് അള്ളാഹുവിൻ്റെ ആ അസ്തിത്വത്തിൻ്റെ ആ പ്രതിരൂപമായി മാറുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉന്നതമായി എത്തിയത് ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്.
അള്ളാഹുവിൻ്റെ എല്ലാ മാക്സിമം സഫാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവാഹിക്കുകയുണ്ടായി. അതായത് ഒന്ന് അഹദ് എന്നുള്ളൊരു പദവും അതുപോലെ തന്നെ വാഹിദ് എന്നുള്ള പദവും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. കുൽ ഹു അല്ലാഹു അഹദ്. അഹദും വാഹിദ് രണ്ട് തരത്തിലുള്ള പദങ്ങൾ അറബിയിലുണ്ട്. അഹദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഭാഷയിലും നമ്മൾ പറയുന്നത്, അതുപോലെ തന്നെ മറ്റു ഭാഷകളിൽ പറയും ദ്വിതീയം തൃതീയം എന്നുമെല്ലാം പറയാൻ കഴിയുന്നതല്ല. അതേസമയം വാഹിദ് എന്ന് പറയുന്നത് അത് 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 ഒറ്റ ഒന്നാണ്. അതായത് ഒന്ന് എന്ന് പറയുന്നു. അതിൽ നിന്നാണ് അഹദ്. അതായത് അത് എന്ന് പറയുമ്പോൾ പ്രഥമം, അതിനുശേഷം അതിന് മുമ്പൊന്നും തന്നെയില്ല. അള്ളാഹു സംബന്ധിച്ച് പറയും അഹദും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേസമയം വാഹിദ് എന്നുള്ള പദവും പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ ഗോത്രങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരസ്തിത്വമാകുന്നു. അതായത് വിശ്വാസപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അതിന് വീക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അടിസ്ഥാനം അള്ളാഹു ആകുന്നു. അള്ളാഹു എന്ന് പറയുന്ന എല്ലാം അറിഞ്ഞതിനും അപ്പുറത്തുള്ള ഒരു അസ്തിത്വമാകുന്നു. അള്ളാഹുവിനെ നമുക്ക് സ്വന്തം കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു മനുഷ്യൻ്റെ അവൻ്റെ ഹൃദയങ്ങളിലേക്ക് അവൻ എത്തിച്ചേരുന്നു. അതായത് വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടി, വളരെ ഉൾക്കാഴ്ചയോടുകൂടി ഒരു മനുഷ്യന് അള്ളാഹു ഉണ്ട് എന്നുള്ള ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹു സ്വയം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവ ലത്തീഫുൽ ഖബീർ. അള്ളാഹ് മനുഷ്യന്റെ കണ്ണുകൾ അതിലേക്ക് എത്താൻ സാധ്യമല്ല. അതേസമയം അള്ളാഹു കണ്ണുകളിലേക്ക് എത്തിച്ചേരുന്നു. ഒരുപാട് അള്ളാഹുവിൻ്റെ തേജസ്സുകൾ മുഖേന, ജ്യോതിസ്സുകൾ മുഖേന വിശ്വാസികൾക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹു വിളംബരപ്പെടുത്തിക്കൊണ്ട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത് ഞാൻ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഉറച്ച വിശ്വാസത്തോട് അള്ളാഹുവിൽ വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും തന്നെ മോക്ഷം പ്രാപിക്കുന്നതല്ല. മോക്ഷത്തിന് അത് അനിവാര്യമായിട്ടുള്ള സംഗതിയാകുന്നു. ഒരുപാട് ആയത്തുകളിൽ സംബന്ധിച്ച് അള്ളാഹു തന്നെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്, തൻ്റെ സിഫത്തുകൾ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സമയത്ത് അള്ളാഹു ഹദീസ് ഖുദ്സിയിൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു പറയുന്നു, കുന്തു കൻസൻ മഖ്ഫിയൻ ഫാറത്തു ഓറഫ ഫലക്തു ആദമ. അതായത് ഞാൻ ഒളിഞ്ഞിരിക്കുന്ന ഗുപ്തമായിട്ടുള്ള ഒരു ഖജനാവായിരുന്നു, ഞാൻ വെളിപ്പെടാൻ ആഗ്രഹിച്ചു, അങ്ങനെ ഞാൻ ആദമിനെ സൃഷ്ടിച്ചു. അതായത് ആദമിൻ്റെ സൃഷ്ടിപ്പ് അഥവാ മനുഷ്യത്വത്തിൻ്റെ ഒരു സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പോവുകയാൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹു എങ്ങനെയാണ് തൻ്റെ സിഫത്തുകൾ വെളിപ്പെടുത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള അള്ളാഹുവിന് സിഫത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. എല്ലാ തരത്തിലുള്ള സ്തുതികളും അതിൻ്റെ അർഹൻ അള്ളാഹു മാത്രമാകുന്നു. ഇവിടെ റബ്ബ് എന്നുള്ള പദമാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റബ്ബുൽ ആലമീൻ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ലോകങ്ങളുടെയും റബ്ബാകുന്നു, പരിപാലകനാകുന്നു. റബ്ബ് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. റബ്ബുൽ ബൈത്ത് എന്ന് പറയുന്ന കുടുംബനാഥനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഈ റബ്ബുൽ ഇബിൽ എന്ന് പറയാറുണ്ട്, അതായത് ഒട്ടകത്തിൻ്റെ നാഥൻ എന്ന്. അതായത് പണ്ട് അബ്രഹായുടെ ഒരു വലിയ സൈന്യം കാബയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് ഒരു പ്രതിനിധി അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന ഉദ്ദേശത്തിലാണ് വരുന്നത്, നമുക്ക് പരസ്പരം ഒരു സന്ധിയിലെത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒട്ടകങ്ങളെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ട് തിരിച്ചു തരിക എന്ന്. അപ്പോൾ അബ്രഹാം വളരെ അത്ഭുതത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കാബയെ ആക്രമിക്കുന്നതിന് വേണ്ടി വന്നാണ്, നിനക്ക് നിന്റെ ഉട്ടിനെ സംബന്ധിച്ചാണോ നിനക്കുള്ള വേവലാതി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തു. അത് പറഞ്ഞു, ഞാൻ വാസ്തവത്തിൽ ഞാൻ ഈ ഒട്ടകങ്ങളുടെ റബ്ബ് ഞാനാകുന്നു. അതേസമയം ഈ കാബയുടെ ഒരു റബ്ബുണ്ട്, ആ റബ്ബ് ആ കാബയെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് മറുപടി കൊടുക്കുകയുണ്ടായി. അതായത് റബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിപാലനത്വം എന്നാണ്. ഒന്ന് എന്ന് വെച്ചാൽ പരിപാലനത്വമാണ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു മനുഷ്യൻ്റെ ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കുക എന്നുള്ളതാണ്. അറബി ഡിക്ഷണറികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്ലാ ഷൈ അല കമാലിഹാൻ ഷയ്യൻ ഫഷയ്യൻ. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെ അതിൻ്റെ ഏറ്റവും പക്വതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു റബ്ബാണ്, അതായത് അവൻ സംരക്ഷകനാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് അവനെ പടിപടിയായിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ചോട്ടിൽ നിന്ന് ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ആദ്യത്തമായ സിഫത്ത് റബ്ബ് എന്ന് പറയുന്നത് പരിപാലനത്വം. ഈ നോക്കുക, വിശുദ്ധ ഖുർആനിൽ ഇതിൻ്റെ പ്രത്യേകത എടുത്ത് നോക്കുക. റബ്ബുൽ മുസ്ലിമീൻ റബ്ബുൽ മോമിനീൻ എന്നല്ല പറയുന്നത്, റബ്ബുൽ ആലമീൻ എന്നാണ്. എല്ലാ തരത്തിലുള്ള, അതായത്
മനുഷ്യന് കണ്ടെത്താനും അറിയാനും കഴിഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ അറിയാത്തതായിട്ടുള്ള സകല പ്രപഞ്ചത്തിൻ്റെ റബ്ബാകുന്നു. ലോകത്തിലെ ഒരു വസ്തുവും തന്നെ അള്ളാഹുവിൻ്റെ ഈ പരിപാലനത്തുമില്ലാത്ത ഒന്നായിട്ടൊന്നുമില്ല. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അള്ളാഹുവിൻ്റെ പരിപാലനത്തിൽ നിന്ന് അതിൻ്റെ ആ അംശം എടുക്കുന്നു. മറ്റെല്ലാ സിഫത്തുകളും മറ്റും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട്. അതിനെ സംബന്ധിച്ച് കുറച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറ്റിയ സമയത്ത് വെളിപ്പെടുത്തുന്നു. ഏതായിരുന്നാലും വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള നല്ല പേരുകളും നല്ല ഗുണങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു എന്നുള്ളതാണ്. ഇതിനടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പറയുന്നു അവൻ റഹ്മാനാകുന്നു, ഏത് ചോദിക്കാതെ തരുന്നവനാണ്. നോക്കുക, അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് എന്നുള്ളതിൻ്റെ ജ്യോതിസ് വെളിപ്പെടുത്തുന്നത്. അള്ളാഹു ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അതെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അള്ളാഹുവിന് അത്ഭുതകരമായുള്ള ഈ സംവിധാനം, പിന്നെ മാലിക് യൗമിദ്ദീൻ എന്നുണ്ട്, റഹീം എന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് സിഫത്തുകളുണ്ട്. പിന്നെ അതിനുശേഷം പറയുന്നു അള്ളാഹു ഖദീറാണ്. അതായത് ഓരോ കാര്യം സംബന്ധിച്ച് അവൻ അതിനൊരു കണക്കൊരു നിർണീതമായൊരു കണക്കിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഹയ്യുൽ ഖയ്യൂമാണ്, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നവരുമാണ്, ജീവിക്കുന്നതിനും ജീവിപ്പിക്കുന്നതിനുമാകുന്നു. അതുപോലെ തന്നെ മുജീബുദ്ദവാത്ത്, ദുആകൾ സ്വീകരിക്കുന്നവനുമാകുന്നു. ഇങ്ങനെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ തെളിവായിക്കൊണ്ടാണ് ഈ മുജീബ് ദവാത്ത് എന്നുള്ള സിഫത്തിനെ എടുത്തു പറയുന്നത്. ഒരുപാട് ആയത്തുകൾ സംബന്ധിച്ചുകൊണ്ട് സമയം ഒരുപാട് കുറവാണ്. ഉജീബ് ദാവത്ത് ദാൻ, അതായത് ദുആ ചെയ്യുന്ന ആൾ എന്നോട് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നു. ഒരു പ്രധാനമായിട്ടുള്ള സംഗതി എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും തന്നെ ഇല്ലാതായി പോകുന്നില്ല. അള്ളാഹുവിൻ്റെ മനസ്സിലാക്കി തന്നിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന എല്ലാ തരത്തിലുള്ള സിഫത്തുകളും ഒരിക്കലും ഇതിനൊന്നും തന്നെ ഇല്ലാതാകുന്നതല്ല. ചില സമയത്ത് ചിലത് ആ സമയത്ത് പ്രകടമാകുന്നില്ലായിരിക്കാം. പക്ഷേ അള്ളാഹു സൃഷ്ടികർത്തമാണ്, എല്ലാ സമയത്തും സൃഷ്ടികർത്തമാണ്, എല്ലാ സമയവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സംസാരിക്കുന്നത് എല്ലാ കാലം സംസാരിക്കുന്നതിനുമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരവസ്ഥ നോക്കുക. അള്ളാഹു വ്യക്തമായി പറഞ്ഞതിന് ശേഷവും ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും അള്ളാഹു ഈ തക്കല്ലും അള്ളാഹു സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. അള്ളാഹു നേരെ സംസാരിക്കുന്ന പക്ഷെ ഇന്ന് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇസ്ലാമിന് മറ്റ് മതങ്ങൾക്ക് മേലുള്ളൊരു മേന്മ എന്ന് പറയുന്നത് അള്ളാഹു സംസാരിക്കുന്നു എന്നുള്ളതാണ്. നോക്കുക, നിങ്ങൾ കേൾക്കുകയുണ്ടായി, അതായത് ഇസ്ലാം ഒരു ജീവൽ വിശുദ്ധ ഖുർആനെയാണ് പരിചയപ്പെടുത്തുന്നത്, ഒരു ജീവൽ ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ജീവൽ മതത്തെയും ജീവൽ ദൈവത്തെയും ജീവൽ പ്രവാചകനെയും ജീവൽ ഗ്രന്ഥത്തെയും പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു സംസാരിക്കാൻ ദൈവത്തെ പരിചയപ്പെടുത്താൻ കഴിയുക? ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വന്ന കാലഘട്ടത്തിൽ എല്ലാ പണ്ഡിതന്മാരും മനസ്സിലാക്കേണ്ടത് വഹി ഇൽഹാം എല്ലാം നിലച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വഹി ഇല്ല എന്ന് പറയുന്നത് എത്രമാത്രം ആശ്ചര്യകരപരമാണ്. ഇതെങ്ങനെ സാധ്യമാണ്? അള്ളാഹു തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തൻ്റെ ഒരുപാട് ഇൽഹാമുകളുടെ വഹികളും സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളംബരപ്പെടുത്തി. അള്ളാഹുവിന് ഒരു സിഫത്തും ഒരു കാലത്ത് തന്നെ കാലഹരണപ്പെട്ടു പോകുന്നതല്ല. അള്ളാഹു താൻ ഇഷ്ടപ്പെടുന്നവരോട് ഇന്നും സംസാരിക്കുന്നു, താൻ ഇഷ്ടപ്പെടുന്നവരുമായി അവൻ്റെ ആ സംസാരം തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് ഒരു വിഗ്രഹത്തിനോട് നമുക്ക് ഇതുണ്ടാവുക? ഏതുവരെ അവൻ്റെ സംസാരങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ലയോ? ചുരുക്കത്തിൽ ഒരു കാര്യം ഓർക്കുക, അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിനെ സാമീപ്യം കരസ്ഥമാക്കണമെങ്കിൽ അള്ളാഹു അവൻ ഒരിക്കലും തന്നെ അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. മറിച്ച് തൻ്റെ കലാമുകൾ, തൻ്റെ ദിവ്യഭാഷണം മുഖേന അവൻ അടുപ്പിക്കുന്നു. ഒരുപാട് സുലഹാക്കളും ഔലിയാക്കളും അള്ളാഹുവുമായിട്ട് സജീവമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതല്ല, സജീവമായ തെളിവുകൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. വഹിയുമുണ്ട്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. മാ കാനിൽ ബഷറിൻ ഐ യുക്കല്ലിമുഹു അല്ലാഹു ഇല്ലാ വഹിയൻ ഔ മിൻ വറാഹി ജാമിൻ. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുലേക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? അള്ളാഹു പറയുന്നു ഒന്നൊരു വഹിയാണ്, അതല്ലെങ്കിൽ അള്ളാഹു ഏതെങ്കിലും
ഒരു സ്വപ്നങ്ങൾ മുഖേന അള്ളാഹു വെളിപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ പിന്നീട് അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തിക്കൊണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് ഇസ്ലാം സമർപ്പിക്കുന്ന പാഠങ്ങൾ അത് അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും എന്നും സജീവമായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതൊരിക്കലും തന്നെ കാലഹരണപ്പെട്ടു പോകുന്നതല്ല. തൻ്റെ അസ്തിത്വം മുഖേന അത് അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖലീഫമാരും, അതുപോലെ തന്നെ ആയിരക്കണക്കിന് അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും, അതുപോലെ തന്നെ ഒരുപാട് മഹാത്മാക്കളും അവരുടെ ജീവിതം കൊണ്ട് അത് തെളിയിച്ച് കാണിച്ചത് ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ഒരുപാട് സംഭവങ്ങളും അടയാളങ്ങളും സംബന്ധിച്ച് ഈ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആയത്തുകൾ ഇതിലുണ്ട്. ഒരായത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അള്ളാഹുവിനെ നമുക്ക് എങ്ങനെയാണ് അള്ളാഹുമായി തൻ്റെ ആ ദാസനുമായി സംസാരിക്കുക എന്തെല്ലാമാണ് അതിനുള്ള തെളിവുകൾ നോക്കുക. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി തരുന്നു. അതായത് ഒരു തരത്തിലും മാറ്റവും ഉണ്ടാകുന്നില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ തുറന്ന് കേൾക്കുക, ഇന്ന ഔലിയ അള്ളാഹ്, അള്ളാഹുവിന് ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവാണ് അവരുടെ സ്നേഹിതനാണെന്ന് പറയുകയും എല്ലാ അന്ധകാരിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു അലാ ഇന്ന ഔലിയ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ ഉന്നതമായിട്ടുള്ള ആ സുഹൃത്താരാണ് അള്ളാഹു വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഭയഭക്തി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സുവാർത്ത, അതുപോലെ തന്നെ പരലോകത്തും സുവാർത്ത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സംസാരിക്കുന്നില്ലെങ്കിൽ, വഹിയും ഇൽഹാമും അവന് നൽകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സുവാർത്തകൾ ലഭിക്കുക എന്നുള്ള ലാ തബ്ദീല ബി കലിമാത്തില്ല. അള്ളാഹുവിൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു വ്യത്യാസവും കാണാൻ സാധ്യമല്ല. ഇവിടെ ഇത്ര വ്യക്തമായ രീതിയിൽ അള്ളാഹു കാര്യം നമുക്ക് വിശദമാക്കി തരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹു അവൻ അഹദാകുന്നു, വാഹിദാകുന്നു. അവൻ്റെ എല്ലാ സിഫത്തുകളും അത് എല്ലാം തന്നെ സജീവമായി, അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായ സ്വഭാവം അവൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഗുണങ്ങളുമാകുന്നു. അത് എല്ലാം നിറഞ്ഞു കിടക്കുന്നു. എല്ലാ സമ്പൂർണതകളും അവനുള്ളതാകുന്നു. അവൻ എന്ന് പറയുന്നത് അവൻ എത്രമാത്രം സ്നേഹിക്കുകയാണെങ്കിലും അത് കുറവായിരിക്കും. അവൻ സൃഷ്ടകർത്താവും അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്നതിന്, ഉപജീവനം നൽകുന്നത് എല്ലാം അവൻ മാത്രമാകുന്നു. അവൻ ഒഴിവാക്കി എവിടേക്കാണ് പോകാനുള്ളത്? എല്ലാ വഴികളും അവനിലേക്കാണുന്നത്. അള്ളാഹുവിൻ്റെ ഈ പരിപാലനം എന്ന് പറയുന്നതിലേക്ക് നമുക്ക് പ്രയോജനം ഉൾക്കൊള്ളാതെ നമുക്ക് മറ്റൊരു വഴിയുമില്ല. ലോകത്തുള്ള ഏത് സാധനം എടുത്തുവാണെങ്കിലും ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ആ വ്യക്തിത്വം, അള്ളാഹുവിൻ്റെ അസ്തിത്വം അത് ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഇതാണ്. ദുആകൾ സ്വീകരിക്കുന്നവനാകുന്നു അവൻ എന്ന് പറയുന്നത്. അവനെ എത്രമാത്രം സ്നേഹിക്കുകയാണെങ്കിലും അത് കുറവാണ്. നമ്മൾ ഒരു ചുവട് മുന്നിൽ വെക്കുകയാണെങ്കിൽ അവൻ 2 ചുവട് നമ്മളിലേക്ക് അടുത്ത് വരുന്നതാണ്. അതായത് നമ്മൾ എത്രമാത്രം നമ്മൾ ചെറുതായ രീതിയിൽ അള്ളാഹുലേക്ക് നീങ്ങുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത്, അത് അവൻ്റെ റഹ്മാനിയത്ത് അവൻ കൂടെ ശീഘ്രഗതിയിൽ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുമായി സജീവമായ ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ജസാക്കുമുല്ലാ വാസിൽ ജസാ. നമുക്ക് പ്രോഗ്രാമായി മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോടാണ്. എല്ലാ മതങ്ങളുടെയും പ്രാരംഭം കുറിക്കുന്നത് അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ഏതെങ്കിലും പ്രവാചകന്മാർ മുഖേനയായതിനാൽ എല്ലാ മതങ്ങളും സത്യമതങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നൽകിക്കൂടാ? ഇതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കാമോ? എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സത്യപൂർണമാണ്, അത് ശരി തന്നെ. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത് ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് പറയുന്നുണ്ട്, അതും ശരി തന്നെയാണ്. തീർച്ചയായും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതുണ്ട്. ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും ഇഷ്ടപ്പെട്ട മതത്തെ ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൽ നിന്നും മുർത്തദായാൽ പരിത്യജിച്ചാൽ അതിന്റെ ശിക്ഷ വധശിക്ഷയാണെന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഇത് സമർത്ഥിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളിവിടെ പറഞ്ഞത് എല്ലാ സത്യമതങ്ങളെ കുറിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു?
അതെ, അള്ളാഹുവിനാൽ അയക്കപ്പെട്ട വ്യക്തിയുടെ, അതായത് ദൈവപ്രേഷിതനായ റസൂൽ മുഖേനയാണല്ലോ മതങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എല്ലാ മതങ്ങളും സത്യമതങ്ങളല്ലേ. ഇതിന് എന്താണ് ആക്ഷേപമുള്ളത്? അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും സത്യമതങ്ങൾ തന്നെയാണ്. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാന സംസ്ഥാപനത്തിനായി ഏറ്റവും വലിയൊരു പതാക നാട്ടിയത് ഇത് തന്നെയാണല്ലോ. ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹസരത്ത് മസീഹ് ഇസ്ലാമിന്റെ ഒരു ഉദ്ധരണി ഇവിടെ കേൾപ്പിക്കാം. ഹസരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, വളരെ സുന്ദരമായ, വളരെ സമാധാനപരമായ, വളരെ ശാന്തി സ്ഥാപിക്കാൻ ഉതകുന്ന, അതുപോലെ മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് ഉയർത്തുന്ന ഒരു അധ്യാപനമാണിത്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ സത്യവാന്മാരായി സമ്മതിക്കണം. അത് ഇന്ത്യയിൽ വന്നാലും, ചൈനയിൽ വന്നാലും, ജപ്പാനിൽ വന്നാലും, ഹിന്ദു മതത്തിൽ വന്നാലും. കാരണം ജനകോടികളുടെ മനസ്സുകളിൽ അവർക്ക് അള്ളാഹു ആദരവ് നൽകിയിരിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് വേരോട്ടം നൽകിയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ മതങ്ങളുടെയും പ്രവാചകന്മാര്, മതാചാര്യന്മാര് നമുക്ക് ഈ ഒരു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവാചകന്മാര്, ഹിന്ദു മത ആചാര്യനാകട്ടെ, ഫാർസി പേർഷ്യൻ മതക്കാരനാകട്ടെ, മതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ, യഹൂദ് മതത്തിന്റെ എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. എന്താണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സത്യപൂർണമായി തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇത് മനസ്സിലാക്കാം. ഒരു വെള്ളം ഒരു സ്രോതസ്സിൽ നിന്ന്, ഒരു അരുവിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പുറത്ത് വരുന്ന സമയത്ത് ആ വളരെ സ്വച്ഛമായ, വളരെ ശുദ്ധമായ, വളരെ മധുരതരമായ വെള്ളമായിരിക്കും. അത് ഉപയോഗപ്രദമായിരിക്കും. എന്നാൽ അത് മുന്നോട്ട് ഗമിക്കുന്നിടത്തോളം, പ്രവഹിക്കുന്നിടത്തോളം, അത് ഗ്രാമങ്ങളിലൂടെ, അരുവികളിലൂടെ, ഓരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ, അതിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഉള്ള സംവിധാനമില്ലെങ്കിൽ അതിൻ്റെ ശുദ്ധതയ്ക്ക് കളങ്കം വരുന്നതായിരിക്കും, അതിൻ്റെ സംരക്ഷണം ഇല്ലാതായി തന്നെയായിരിക്കും. ഇത് തന്നെയാണ് മതങ്ങളുടെ, ഇസ്ലാമിന് മുമ്പ് കടന്നുപോയ മതങ്ങളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ മതങ്ങളെക്കുറിച്ച്, അതിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ അല്ലെങ്കിൽ അള്ളാഹു നേരിട്ട് ഈ മറ്റു മതങ്ങളെക്കുറിച്ച് ഗ്യാരണ്ടി നൽകിയിട്ടില്ല. മറ്റു മതങ്ങളും ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നില്ല. ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, ബൈബിൾ വായിച്ചു നോക്കുക. അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ഈ മതത്തെ ഇറക്കിയത് ഞാനാണ്, ഈ മതത്തെ നാം സംരക്ഷിക്കണം അള്ളാഹു പറഞ്ഞിട്ടില്ല, ദൈവം പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുറാനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ സ്മരണയെ നാമാണ് ഇറക്കിയിരിക്കുന്നത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതായിരിക്കും. അതായത് പരിശുദ്ധമായ നിലയിൽ, വളരെ പരിപാവനമായ നിലയിൽ, മധുരതരമായ നിലയിൽ ഇത് അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് വന്നത് അതേപോലെ തന്നെ അവസാന കാലഘട്ടം വരെ ഇതിനെ നാം സംരക്ഷിക്കുന്നതായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ തുടരുന്നതുമായിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു മറ്റൊരു പ്രഖ്യാപനം നടത്തിയത് ഈ ഒരു അധ്യാപനം, ഈ ഒരു വിശുദ്ധ അധ്യാപനം, ഇത് എപ്പോഴും ഖയാമത്ത് നാൾ വരെ ഏതുപോലെയായിരുന്നു തുടക്കത്തിൽ അതുപോലെ തന്നെ തുടരുന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഈ അധ്യാപനത്തെ നാം പൂർണ്ണമാക്കിയിരിക്കുന്നു, സമഗ്രമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുറാനിന് മുമ്പുള്ള ഒരു ഗ്രന്ഥങ്ങൾക്കും ഇങ്ങനെ ഒരു വാദമില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് വേണ്ടി നാം പൂർണ്ണമാക്കിയിരിക്കുന്നു. വാതമംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് മേൽ പരിപൂർത്തി വരുത്തിയിരിക്കുന്നു. വറദീതു ലക്കും ഇസ്ലാം ദീന, നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഏത് ഗ്രന്ഥവും നോക്കുക, വേദം വായിക്കുക, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, സിന്ധാവസ്ഥ വായിക്കുക, എവിടെയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാദങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് അവയിൽ കാണാൻ സാധിക്കുന്നത് ഈ ആയത്തുകൾ, ഇത്രയും സൂക്തങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, പ്രക്ഷിപ്തങ്ങളാണ്. ബൈബിളിനെ കുറിച്ചും ഇഞ്ചിലിനെ കുറിച്ചും ഒക്കെ ഉള്ള ഗവേഷണം നടത്തിയവരൊക്കെ പലതും പ്രാദേശികമായിട്ടുള്ള ചേർത്തതാണ്, പിന്നീട് കൂട്ടിച്ചേർത്തപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ചിലർ 4 വേദങ്ങളും അംഗീകരിക്കുന്നില്ല, 3 വേദങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ എപ്രകാരമാണ് അവതീർണമായത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ബി മുതൽ വന്നാസിന്റെ സീൻ വരെ അതുപോലെ തന്നെയാണ് ഇന്നും തുടരുന്നത്. മറ്റ് മതപണ്ഡിതന്മാർ, ഓറിയന്റലിസ്റ്റുകൾ എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. വില്യം മ്യൂർ ലൈഫ് ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ വിശ്വവിഖ്യാത ഗ്രന്ഥകർത്താവ്, ചരിത്രകർത്താവൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഉറപ്പിച്ച് പറയാനും തറപ്പിച്ച് പറയാൻ സാധിക്കും. ഏത് പ്രകാരമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അതേ പ്രകാരം തന്നെ ഇന്നും നിലനിൽക്കുന്നത് എന്ന്. മറ്റൊരു കാര്യം വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ഗ്രന്ഥം
ലോകത്ത് മുഴുവനും വേണ്ടിയുള്ളതാണ്, സാർവലൗകികവും സാർവജനീനവുമാണ്. ഒരു ഗ്ലോബൽ വില്ലേജ്, ഒരു ആഗോളമായ ഈ ലോകത്തിന് വേണ്ടി കൃത്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് പറയുന്നത്? റഹ്മത്തുല്ലിൽ ആലമീൻ, പ്രപഞ്ചങ്ങൾക്കൊക്കെ തന്നെ, ലോകത്തിനുമൊക്കെ തന്നെ ഒരു കാരുണ്യമായാണ്, അതുപോലെ തന്നെ താക്കീതുകാരനായി, സുവിശേഷകനായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. ബൈബിളിൽ നമ്മൾ എന്താ കാണുന്നത്? എന്നെ പോലുള്ള ഒരു പ്രവാചകൻ പിന്നീട് വരും, അവസാനത്തെ പ്രമാണം ആ വ്യക്തി കൊണ്ടുവരും എന്ന് ഇസ്തിസ്ന എന്നതിൽ എഴുതിയിട്ടുണ്ട്. ഈ ബൈബിളിൽ വായിക്കുക. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കത് കേൾക്കാൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വരുന്നതാണെന്ന് യോഹന്നയിൽ എഴുതിയിരിക്കുന്നു. സത്യാത്മാവ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷങ്ങളും അത് അപൂർണമാണ്, അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് അപൂർണമാണെന്ന് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഗ്രന്ഥങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപൂർണമായ ഗ്രന്ഥങ്ങൾ എങ്ങനെ സാർവലൗകികമാകും? വിശുദ്ധ ഖുർആന്റെ വാദം എന്നത് ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആന്റെ വാദം എന്നത് ഇതൊരു സമഗ്ര ഗ്രന്ഥമാണ് എന്നാണ്. വിശുദ്ധ ഖുർആന്റെ വാദം എന്നത് ഇത് സാർവലൗകിക ഗ്രന്ഥമാണ് എന്നാണ്. ഈ ഒരു മതം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ഒരു മതത്തിന്റെ ആവശ്യമാണ് മനുഷ്യനുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ നിബന്ധനകളോടുകൂടി അവതരിപ്പിക്കുന്ന മതമാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളത്. മറ്റു മതങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കില്ല. താങ്കൾ പറഞ്ഞു മറ്റു മതങ്ങളൊക്കെ സത്യമതങ്ങൾ ആണല്ലോ, അത് അംഗീകരിക്കേണ്ടതാണ്. എന്നാൽ അള്ളാഹു അതിന്റെ സംരക്ഷണ വാഗ്ദാനം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് അതേപടി ആണ്, അതുകൊണ്ട് അതിന് ഉപയോഗിക്കാം എന്ന് പറയാൻ സാധിക്കില്ല. അതിനെ ആദരിക്കാം. അതിലൊരുപാട് കാര്യങ്ങൾ, ഈ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാ അധ്യാപനങ്ങളും ഇപ്പോഴും പ്രായോഗികമാണെങ്കിൽ മാത്രമേ അതിന് എപ്പോഴും ഉപയോഗപ്രദം എന്ന് പറയാൻ പറ്റൂ. അത് ബഹുമാനാർഹം മാത്രമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ബഹുമാനാർഹം തന്നെയാണ്. എന്നാൽ അവരുടെ മതങ്ങളൊന്നും തന്നെ ആ അധ്യാപനങ്ങൾ ഇന്നത്തെ കാലത്തിലേക്ക് പ്രായോഗികമാണെന്ന് അവർ വാദിക്കുന്നില്ല, എന്ന് വിശുദ്ധ ഖുർആൻ അത് വാദിക്കുന്നു. നമ്മൾക്ക് പറയാനുള്ളത് അതൊക്കെ തന്നെ ബഹുമാനാർഹമാണ്, എന്നാൽ പ്രായോഗികമായിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്. ഒരു റെഫറൻസ് ഇവിടെ ഞാൻ കേൾപ്പിക്കാം. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു, നമ്മൾ ഈ മുസ്ലിം മൗദിന്റെ ഗ്രന്ഥത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ ഉദ്ധരണി തന്നെ ഇവിടെ അവതരിപ്പിച്ച് ഈ വിഷയം അവസാനിപ്പിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയുന്നു, സംശയം ഉന്നയിക്കപ്പെടുന്നു, ലോകത്ത് മുഴുവനും എല്ലാ മതങ്ങളും അള്ളാഹുവിൽ നിന്ന് വന്നതാണെങ്കിൽ എല്ലാ മതങ്ങളും എന്തുകൊണ്ട് സത്യപൂർണമായി കണക്കാക്കിക്കൂടാ? അതുപോലെ തന്നെ ഏതു മതത്തെ പിന്തുടർന്നുകൊണ്ട് ദൈവത്തെ പ്രാപിക്കും എന്ന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? ഈ സംശയത്തിനുള്ള മറുപടി, നിവാരണം അള്ളാഹു ഖുർആൻ നൽകിയിട്ടുണ്ട്. സൂറത്ത് നഹലില് 64-65 ആയത്ത് അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്. അള്ളാഹു പറയുന്നു, നിനക്ക് മുമ്പ് ഉണ്ടായ എല്ലാ സമുദായത്തിലേക്കും നാം റസൂലിനെ അയച്ചിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർ, പിന്നീട് വന്നവർ അതിനെയൊക്കെ തന്നെ വികലമാക്കിയിരിക്കുന്നു. അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. നിന്നിലേക്ക് നാം അയച്ച ഗ്രന്ഥം എന്തിനാണ് അയച്ചത്? നീ അത് മറ്റുള്ളവർക്ക് മുന്നിൽ അവരുടെ ചിന്തകൾ, അവരുടെ തെറ്റായ ചിന്തകൾ മാറ്റുന്നതിനുള്ള അധ്യാപനങ്ങൾ വായിച്ചു കൊള്ളിപ്പിക്കുന്നതിനും വിശ്വാസികൾക്ക് കാരുണ്യവും സന്മാർഗവുമായി ആണ് ഈ അധ്യാപനത്തെ അറിയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും അധ്യാപനങ്ങളും ഒക്കെ തന്നെ പ്രക്ഷിപ്തമായിരിക്കുന്നു. അതിൽ മറ്റു കാര്യങ്ങളൊക്കെ കടന്നുകൂടിയിരിക്കുന്നു. അത് അള്ളാഹുവിൽ നിന്നും ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. എന്നാൽ ആ അവസരത്തിൽ അത് പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ട് അത് എത്രത്തോളം സ്വച്ഛമാണ്, ശുദ്ധമാണ് എന്ന് വിശ്വാസയോഗ്യമായിരുന്നില്ല. എന്നാലും അവയൊക്കെ തന്നെ ആദരണീയം തന്നെയാണ്. ഇത് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. തൻ്റെ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന തൻ്റെ പ്രഭാഷണത്തിൽ ഈ ചോദ്യത്തിന്റെ മറുപടി നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്.
ജസാക്കുമുള്ള. ഈ പ്രോഗ്രാം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അടുത്ത ചോദ്യം മൗലാന ജയന്തി സാഹിബിനോടാണ്. ലോകത്ത് ഒരുപാട് രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അതിൽ സാധാരണ മനുഷ്യ വിശ്വാസികളൊക്കെ, അതുപോലെ തന്നെ വലിയ പ്രായമുള്ള ആളുകളൊക്കെ അത് എല്ലാമൊക്കെ അതിൽ ഉൾപ്പെടുന്നു. അതേസമയം പ്രായപൂർത്തി ആളുകൾ ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ദൗർബല്യം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ കുട്ടികൾ എന്തിൻ്റെ പേരിലാണ് ഇതെല്ലാം ഇരയാക്കപ്പെടുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കുദറത്തുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു പരിധിയുമില്ല. അതായത് അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാനാണ്? അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിനെ അല്ലെങ്കിൽ റഹമിയത്തിനെ നമുക്ക് ചുരുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് പല രീതിയിൽ അള്ളാഹു ഇത് വെളിപ്പെടുത്താറുണ്ട്, ആ ജ്യോതിസ് വെളിപ്പെടുത്താറുണ്ട്. ഈ ഇതിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ലോകത്ത് ഒരുപാട് രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പോലെ തന്നെ ആകാശഭൂമികളിൽ നിന്നെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഒരു നിഷ്കളങ്കായ ഒരുപാട് ആളുകളും അതിൽ കൊല്ലപ്പെടാറുണ്ട്, മരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജീവിതകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ കുറച്ചുകൂടി വിശദീകരണം ഞങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാം. ഏതായിരുന്നാലും ഈ അതായത് പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് സ്വയമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ അത് വിശുദ്ധ ഖുർആനിൽ ഈ വിഷയങ്ങൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു പറയുന്നു, സീറു ഫിൽ അർളി കൈഫ കാന ആഖിബത്തുൽ മുക്കസിബിൻ. അതായത് നിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു നോക്കുന്നു. ഒരുപാട് സമൂഹങ്ങൾ, സമൂഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വിശദീകരിച്ചു തരുന്നുണ്ട്. അവരിങ്ങനെ രീതിയിൽ അവരെ നശിപ്പിച്ചു, വലിയ പ്രളയമുണ്ടായി, അതല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടായി, കന്മഴയുണ്ടായി എന്നെല്ലാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എടുത്തു പറയുന്നു. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ ഒരു വിഭാഗം, ഒരു സംഘം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ശക്തമായ ആ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നത്, ഞാൻ ഒരു പ്രവാചകനെ അയക്കാതെ കണ്ട് ഒരു സമൂഹത്തെ ശിക്ഷിക്കുന്നില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ എല്ലാം ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അള്ളാഹുവിൻ്റെ ആപത്തുകളാണ് അല്ലെങ്കിൽ പ്രയാസങ്ങളാണ് എന്ന് പറയുന്നില്ല. രണ്ട് രീതിയിലുള്ള നിയമങ്ങളുണ്ട്. അത് പരസ്പരം സന്തുലിതമായി നീങ്ങുന്നതാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിൻ്റെതായിട്ടുള്ള പ്രകൃതിപരമായുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി നിയമങ്ങൾ, അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള ഏറ്റക്കുറച്ചുകൾ വരുമ്പോൾ പല രീതിയിലുള്ള ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആപത്തുകൾ വരാറുണ്ട്. അതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേച്ചറിന് എതിരായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതിലേതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് ആപത്തുകൾ ഇണങ്ങുന്നു. മറ്റൊന്ന് ശരീഅത്താണ്. അതായത് മനുഷ്യൻ്റെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൗതികമായിട്ടുള്ള നിയമങ്ങളെല്ലാം. മനുഷ്യൻ്റെ ഭൗതികമായ പുരോഗതി ഈ പ്രകൃതി നിയമങ്ങളെ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പുരോഗതിയുടെ മുന്നിലേക്ക് എത്താൻ കഴിയുന്നതല്ല. മറുഭാഗത്ത് ശരീഅത്തിൻ്റെ നിയമങ്ങളാണ്. അള്ളാഹുവിൻ്റെ ആത്മീയവും അതുപോലെ തന്നെ അവന് ധാർമ്മികവുമായ പുരോഗതിക്ക് വേണ്ടി പ്രവാചകന്മാർ മുഖേന ഇറക്കുന്നതാണ് ശരീഅത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് സന്തുലിതമായ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ കാണപ്പെടുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാരണമൊന്നും നമുക്ക് എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകണമെന്ന് നോക്കാം. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാരണമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടാകും. ഇങ്ങനെ ഇത് വളരെ നീണ്ടൊരു ശൃംഖലയാണ്. അത് പ്രകൃതി നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര നോക്കുകയാണെങ്കിലും ഈ കാര്യകാരണമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതില്ലാത്തൊന്നും തന്നെ സാധ്യമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തമായി നിന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രാരംഭ കാരണം അത് അള്ളാഹുവാണ്. അതിൻ്റെ ആരംഭവും അള്ളാഹുവാണ്, അതിൻ്റെ ഏറ്റവും അവസാനം അള്ളാഹുവാണ്. അതായത് മുസബ്ബിബുൽ അസ്ബാബ്, എന്തെങ്കിലും ഒരു കാരണത്തെ ഉണ്ടാക്കുന്നത് അത് അള്ളാഹു ആകുന്നു. അപ്പോൾ അള്ളാഹു മനുഷ്യൻ എങ്ങനെ രീതിയിൽ പ്രയാസത്തിലായപ്പോൾ, ഭയം പോകുമ്പോൾ അള്ളാഹു അല്ലാതെ ലോകത്തുള്ള മുഴുവൻ സമൂഹവും ഒരുമിച്ച് കൂടുകയാണെങ്കിലും അവനൊരു എത്ര പ്രയാസം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതേസമയം അള്ളാഹു ഇല്ലാതെ ആകുകയാണെങ്കിൽ, അള്ളാഹു ആഗ്രഹിക്കത്രത്തോളം എല്ലാവരും എന്തെങ്കിലും അനുഗ്രഹം ചൊരിയണമെന്ന് വിചാരിച്ചാലും ഒരു മനുഷ്യൻ ഒന്നും തന്നെ കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ
അതിൽ പരിപൂർണ്ണ വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ വലാ ഖൗഫും അലൈഹിം വലാഹും യഹ്സനൂൻ എന്നൊരു വിഷയമാണ് സാർത്ഥകമായി തീരുന്നത്. അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ചില നിഷ്കളങ്കരായ ആളുകൾ മരണപ്പെടാറുണ്ട്. ഇതെല്ലാം ഒരു ഇതിൽ മാത്രമായിട്ടുള്ളതല്ല, ഇതെല്ലാം വെളിപ്പെടുന്നുണ്ട്. അള്ളാഹു ഫഅലുമായുരീദാണ്, യഫലുമായുരീദ്. അള്ളാഹു താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യുന്നതാണ്. അവൻ്റെ സിഫത്തുകൾ ഒരിക്കലും തന്നെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, അനന്തമാണ്. അതെപ്പോഴാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പർവ്വതങ്ങൾ എത്രങ്ങാനും ഒരുപാട് ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അതേ സംബന്ധിച്ച് ആക്ഷേപിച്ചൂടെ? അള്ളാഹു നിലനിർത്തുന്നു, ബാക്കിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൽ എത്രമാനം ജീവിതം ഇവിടെ ചില സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഗർഭാവസ്ഥയിലാവുന്നു, അല്ലെങ്കിൽ മുമ്പത്തെ അവസ്ഥയിൽ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹു ജീവിതത്തിൻ്റെ യഥാർത്ഥം എന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പരലോക ജീവിതമാണ്. അവരുമായിട്ട് അള്ളാഹുവിൻ്റെ ബന്ധം, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിൻ്റെ മറ്റൊരു വെളിപ്പെടുത്തലാണ് ഉണ്ടാകുന്നത്. ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അതിന് താഴ്ച നിവേദനം പറയുന്നു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സു ജയ്ഷുൽ അൽഖബത ഫഇസാ കാനു ബൈസാ മിനൽ അർദ് യുക്സഫു ബിൽ അവ്വലിഹി വആഖിരിഹി. അതായത് ഒരു സൈന്യം കഅബയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇതൊരു തരത്തിലുള്ള പ്രവചനമാണ്. അത് എങ്ങനെയാണ് പൂർത്തിയാകുക നമുക്കറിയുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സൈന്യം കഅബയെ ആക്രമിക്കുന്നതാണ്. അങ്ങനെ ബൈദ എന്ന സ്ഥലത്തെത്തുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭൂമിയും അതിൻ്റെ അടിയിലേക്ക് ആക്കുന്നതാണ്. അവിടെ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു, ഇത് എല്ലാത്തിനെയും ഭൂമിക്ക് അടിയിലാക്കുക ചെയ്യുമ്പോഴെന്ന് എങ്ങനെയാണ് സാധ്യമാവുക? സാധാരണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഇതിൽ ഉൾപ്പെടാത്ത സൈന്യത്തിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ടല്ലോ, അവരെന്താ സംഭവിക്കുക? അപ്പോൾ സുത്തിമേൻ സ്വലം അയ്യുഹസു വാഫ്രിക്കും വാഫ്രിക്കും നിയാത്തികം അതെല്ലാം ഇവിടെ ചവിട്ടിയരക്കപ്പെടുന്നത്. പക്ഷെ അവരുടെ നിയത്തുകൾ അനുസരിച്ച് അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതാണ്, പുനരുദ്ധരിക്കപ്പെടുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വളരെ ഒരു പ്രവചനാത്മകമാണ്. അത് എങ്ങനെയാണ് പൂർത്തിയാവുക, എങ്ങനെ എന്തെല്ലാമാണ് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ബുഖാരിയിലുള്ള മുസ്ലിമിലും ഈ നിവേദനം നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതായത് മറ്റൊരു ഹദീസ് ഞാൻ കേൾപ്പിക്കാം, അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ യസഉ ബറാഉൽ മുഅ്മിനു ബിൽ മുഅ്മിനത്തി ബിനഫ്സിഹി വവലദിഹി വമാലിഹി. അതായത് വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ സമ്പത്ത് മുഖേന ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ മനസ്സിലാക്കുക, യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ. അതായത് അള്ളാഹു അവരുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളും പൂർണ്ണമായും അവർക്ക് പുറത്ത അവസ്ഥയിലായിരിക്കും. അതായത് ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ കൊണ്ട് മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഒരു പാപവും ഇല്ലാത്ത രീതി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുക. ഞാൻ സമയത്തിൻ്റെ പരിമിതി മുഖേന ഒരു ഉദ്ധരണി കേൾപ്പിക്കാം. അതായത് ഹദരത്ത് മീസ ബഷീർ അഹമ്മദ് സാമി റളിയല്ലാഹു തആല അൻഹു ഖമറുൽ-അംബിയ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള നമ്മുടെ ദൈവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ലോകത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ നല്ല മനുഷ്യരും അതുപോലത്തെ നിഷ്കളങ്കരായ ആളുകളും ഇവിടെ കൊല്ലപ്പെടുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വ്യത്യസ്തമാണ്. അത് ശരീഅത്തിന്റെ നിയമങ്ങൾ കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് പ്രകൃതി നിയമങ്ങൾ അതിജീവിക്കാൻ സാധ്യമല്ല. ഉദാഹരണമായിക്കൊണ്ട് വെള്ളത്തിൽ വീഴുക എന്നുള്ളത് അത് മതപരമായിട്ടുള്ള അയാളുടെ നന്മകാരായി രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏതുവരെ അയാൾക്ക് നീന്താൻ അറിയണം, അതല്ലെങ്കിൽ അയാൾക്ക് മറ്റ് ഉപായങ്ങൾ അയാൾ സ്വീകരിക്കണം. അതായത് വെള്ളത്തിൽ വീണുകൊണ്ട് മുങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി. അതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ദൗർബല്യത്തിൽ ജനിക്കുന്നത്, അതല്ലെങ്കിൽ അത് അയാളുടെ പ്രകൃതിപരമായിട്ടുള്ള അവസ്ഥയാണ്. അതിൽ ശരീഅത്തുപരമായിട്ടുള്ള കാര്യം അന്വേഷിക്കുന്നത് ബുദ്ധിമോശമാണ്. അതിൻ്റെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മാതാപിതാക്കൾ തങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് അതിനെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റഹ്മാൻ ജസാക്കുമുല്ലാഹ് വാസിൽ ജസാ. ഇതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കുറിക്കുകയാണ്.
ഈ പ്രോഗ്രാമിന്റെ പരിസമാപ്തിയിൽ ഹദരത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി ഇവിടെ കേൾപ്പിക്കുന്നതാണ്. ഹദരത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമാകുന്നു, നമ്മുടെ എല്ലാ ഉന്നതാനുഭൂതികളും നമ്മുടെ ദൈവത്തിലാകുന്നു. എന്തെന്നാൽ നാം അവനെ ദർശിക്കുകയും അവനിൽ എല്ലാ സൗന്ദര്യങ്ങളും പ്രാപിക്കുകയുമുണ്ടായി. ജീവൻ ത്യജിച്ചും നേടേണ്ട സമ്പത്താണിത്. സർവാസ്തിത്വവും വെടിഞ്ഞിട്ടും വിലക്കു വാങ്ങേണ്ട ഒരു രത്നമാണിത്. അല്ലയോ വിനശ്വരെ, ഈ നീരുറവയിലേക്ക് ഓടി അണയുവിൻ. അത് നിങ്ങളുടെ ദാഹം ശമിപ്പിക്കും. ഇത് ജീവിതത്തിന്റെ ഉറവയാകുന്നു. ഇത് നിങ്ങളെ രക്ഷിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്തുകൊണ്ട് എപ്രകാരമാണ് ഈ സുവാർത്ത ഹൃദയങ്ങളിൽ കുടിയിരുത്തേണ്ടത്? ഏത് ദഫുമുട്ടിയാണ് ജനങ്ങൾ കേൾക്കുമാറാകാൻ ഇതാ നിങ്ങളുടെ ദൈവമെന്ന് കൊട്ടിഘോഷിക്കേണ്ടത്? കേൾക്കുമാറ് ജനങ്ങളുടെ കാതുകൾ തുറക്കാനായി ഞാൻ എന്തു മരുന്ന് കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്? കിഷ്തിനു റുഹാനി ഖസാൻ വാള്യം 19 പേജ് 21-22. മാന്യപ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിലും ഈ വിഷയം തന്നെ നമ്മൾ തുടരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे लो तुम्हें तौर तसल्ली का बताया